ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ ഡൂം ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ മീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങുന്നത് വരെയും നമ്മൾ വിചാരിച്ചത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ബാക്സ്റ്റർ ബിൽഡിംഗിൽ വെച്ച് മീറ്റ് ചെയ്തത് ഡോക്ടർ ഡൂം ആണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ ഡൂമിനെ അല്ലായിരുന്നു ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ അടുത്ത് നമ്മൾ കണ്ടത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ ചോദിച്ചാല് പറയാം. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ നമ്മൾ കണ്ട ഡോക്ടർ ഡൂമിന്റെ മാസ്ക് അല്ലെങ്കിൽ ഹെൽമെറ്റ് അല്ല ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ കണ്ട ആ ക്യാരക്ടറിന്റെ ഹെൽമെറ്റ്. ആ രണ്ട് മാസ്കും അല്ലെങ്കിൽ ആ രണ്ട് ഹെൽമെറ്റും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡോക്ടർ ഡൂം അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കാം ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ മീറ്റ് ചെയ്തത്? റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂമിനോടൊപ്പം ഒരു ലാറ്റ്വേറിയൻ വിച്ച് ഉണ്ടാകുമെന്നാണ്. ആ ലാറ്റ്വേറിയൻ വിച്ച് ആരാണെന്നൊന്നും മാർവൽ സ്റ്റുഡിയോസ് കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കോമിക്കോണിൽ ലാറ്റ്വേറിയൻ വിച്ചിന്റെ ഫുൾ കോസ്റ്റ്യൂം ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കോമിക്കോണിൽ നമ്മൾ കണ്ട ആ ലാറ്റ്വേറിയൻ വിച്ചിന്റെ മാസ്കിന് സമാനമായ അതേ മാസ്ക് തന്നെയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ മീറ്റ് ചെയ്യുന്ന ആ മിസ്റ്റീരിയസ് ക്യാരക്ടറിന്റെ കയ്യിലും ഇരിക്കുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റിലൊക്കെ കറങ്ങി നടക്കുന്ന മറ്റൊരു റൂമർ എന്താണെന്ന് വെച്ചാൽ ആ ലാറ്റ്വേറിയൻ വിച്ച് ഡോക്ടർ ഡൂം റിവൈവ് ചെയ്ത സ്കാർലറ്റ് വിച്ച് ആയിരിക്കാമെന്നാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യുക.